വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗമായിരുന്നു ഇന്ന് സഭയിൽ. നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷമാണ് കേരളം യു.ഡി.എഫ് സർക്കാരിന്റെ നയങ്ങൾ കേൾക്കുന്നത് എന്നതുകൊണ്ട് ഏവരും വളരെ പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത്. കേരളത്തെ പുതുയുഗത്തിലേക്ക് നയിക്കാനുള്ള നയങ്ങൾ എന്തൊക്കെയെന്നറിയാനുള്ള ആകാംക്ഷ. രാവിലെ 9 മണിക്ക് ഗവർണറുടെ നയപ്രസംഗം ആരംഭിച്ചു. ഏതാണ്ട് 1 മണിക്കൂറിലധികം നീണ്ടുനിന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടിയാണ് നയപ്രഖ്യാപനത്തിലെ ഹൈലൈറ്റ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും പൊതു ഇടങ്ങളെയും സ്ത്രീ സൗഹൃദമാക്കാനുള്ള സർക്കാരിൻ്റെ പ്രൊജക്ട് മെൻസ്ട്രൽ ഡിഗ്നിറ്റി ഏറെ കയ്യടി നേടി. ഇതിലൂടെ വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 3 ദിവസം വരെ ആർത്തവ അവധി ലഭിക്കും. കേരളത്തെ ഇന്ത്യയിലെ ആദ്യ അനാഥരഹിത സംസ്ഥാനമാക്കും. അഴിമതിരഹിത ഭരണം ഉറപ്പാക്കും. തൊഴിലില്ലായ്മ പരിഹരിക്കും. ലഹരി മാഫിയയുടെ വേരറുക്കും തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ നയത്തിലുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ന്യായവും അർഹവുമായ പിന്തുണയും സഹകരണവും പ്രതീക്ഷിക്കുന്നുണ്ടെന്നും നയത്തിൽ പറയുന്നുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം നയപ്രഖ്യാപനത്തിൽ ഇല്ല എന്ന ഒരു വിമർശനമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. അതിൽ കാര്യവുമുണ്ട്. കേന്ദ്രം കേരളത്തെ വലിയ രീതിയിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി നയപ്രഖ്യാപനത്തിൽ ശക്തമായ വിമർശനങ്ങൾ LDF സർക്കാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഗവർണർ സർക്കാരിനോട് ഇടയുന്നതും കേന്ദ്രത്തെ വിമർശിക്കുന്ന ഭാഗങ്ങൾ വായിക്കാതെ ഒഴിവാക്കുന്നതും നാം കണ്ടിട്ടുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല, അയൽ സംസ്ഥാനങ്ങളായ കർണാടകയിലും തമിഴ്നാട്ടിലും സംഭവിച്ചിട്ടുണ്ട്. തെറ്റായ നയങ്ങളിൽ കേന്ദ്രത്തോട് ഏറ്റുമുട്ടുന്നതിൽ അവർ പിന്നോട്ട് പോയിട്ടില്ല. എന്നാൽ ഇവിടെ കേന്ദ്ര വിമർശനം ഒന്നുമില്ലാത്തതിനാൽ നയപ്രഖ്യാപനം ഗവർണർ പൂർണ്ണമായും വായിച്ചു. എന്നാൽ UDF സർക്കാർ തങ്ങളുടെ ആദ്യ നയപ്രഖ്യാപനത്തിൽ എന്തുകൊണ്ട് കേന്ദ്ര നയങ്ങളെ വിമർശിക്കുന്നില്ലെന്ന ചോദ്യമാണ് ഉയരുന്നത്. മോദിയെ പിണക്കേണ്ടെന്ന നയത്തിൻ്റെ ഭാഗമാണോ എന്നതാണ് എതിരാളികൾ ഉന്നയിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി പറഞ്ഞത് ആ നടപടി ശരിയായില്ല എന്നാണ്. നയപ്രഖ്യാപനം തന്നെ നയരാഹിത്യമാണെന്ന രാഷ്ട്രീയ വിമർശനവും പിണറായി ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും തുടക്കത്തിൽ തന്നെ കേന്ദ്രവുമായി ഏറ്റുമുട്ടൽ വേണ്ടെന്ന നിലപാടാണ് UDFനുള്ളതെന്ന് വ്യക്തം. ഇന്ന് സഭയിൽ മറ്റു ചില കാര്യങ്ങളും സംഭവിച്ചു. നയപ്രഖ്യാപനത്തിനായി ഗവർണറെ സഭയിലേക്ക് സ്വീകരിച്ചു കൊണ്ടുവന്നപ്പോൾ DGPയും സഭാതലത്തിൽ പ്രവേശിച്ചു. അബദ്ധം മനസ്സിലാക്കിയ DGP മറ്റൊരു വഴിയിലൂടെ വെളിയിലേക്ക് പോയി. കാരണം നിയമസഭയിൽ പ്രവേശിക്കാൻ DGPക്ക് അനുമതിയില്ല. അത് പ്രോട്ടോകോൾ ലംഘനമാണ്. ഇത് വലിയ വിമർശനത്തിന് വഴിവെച്ചു. പ്രതിപക്ഷ നേതാവ് തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. കീഴ്വഴക്കമില്ലാത്ത കാര്യമാണ് സംഭവിച്ചതെന്ന് സ്പീക്കറെ അറിയിച്ചു. അബദ്ധത്തിൽ സംഭവിച്ചതാകാമെന്നായിരുന്നു ഇതിന് സ്പീക്കറുടെ മറുപടി. സ്പീക്കറെ ചേംബറിലെത്തിക്കണ്ട് DGP അബദ്ധം പറ്റിയതാണെന്ന് വ്യക്തമാക്കിയതോടെ ആ പ്രശ്നം അവസാനിച്ചു.